തിരുവനന്തപുരത്ത് 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 3 പേരും വിദ്യാർത്ഥികളാണ്. ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇന്ന് തന്നെ കൊല്ലത്ത് 2 ഇടത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്ത്, അത് എവിടെയൊക്കെയാണ്, എന്താണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത്? തിരുവനന്തപുരത്ത് 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മൂന്ന് പേരും വിദ്യാർത്ഥികളാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലൊരു ആശങ്ക വേണ്ടതില്ല എന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഷിഗല്ല കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പകരുന്നു. അത് വിദ്യാർത്ഥികളെയാണ് ബാധിക്കുന്നത്. വൃത്തിഹീനമായ ജലം, വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ഈ വൈറസ് ബാധയ്ക്ക് കാരണമാകുന്നുണ്ട്. റിനു വിവരങ്ങളുമായി. റിനു പറയൂ, ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം എന്താണ്? ആരോഗ്യവകുപ്പ് ഇത് മറ്റു ജില്ലകളിൽ, വയനാട്ടിൽ കൂടുതൽ പേർക്ക് രോഗബാധയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത്, കൊല്ലത്തൊക്കെ തന്നെ ഷിഗല്ല ബാധ എന്ന റിപ്പോർട്ട് വരുമ്പോൾ അതിലെങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ഇടപെടുന്നത്? വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, അനുജ, 3 വിദ്യാർത്ഥികൾക്കാണ് തിരുവനന്തപുരത്ത് 3 കുട്ടികൾക്കാണ് തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ എന്നിവിടങ്ങളിലുള്ള കുട്ടികൾക്കാണ് 8 വയസ്സ്, അതുപോലെ തന്നെ 5 വയസ്സ്, 1 വയസ്സ് എന്നീ 3 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 8ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ ആശുപത്രി വിട്ടിട്ടുണ്ട്, ഇതിനോടകം ആശുപത്രി വിട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ പരിശോധനാ ഫലം വന്നത് ഇപ്പോഴാണ് എന്ന് മാത്രമാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം 1 വയസ്സായ കുട്ടി ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷെ ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങളില്ല, ആരോഗ്യപരമായി ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല, ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല. പക്ഷെ ഇവിടെ റൂട്ട് മാപ്പ് കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പ് ശേഖരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അത് ഇന്നോ നാളെയോ പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വലിയ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഈ ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പരിശോധനാ ഫലം കൂടി പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആർക്കും ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ പരിശോധനാ ഫലം ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൊല്ലത്തൊരു കുട്ടിക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.